ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയല്ലേ? മക്കളുടെ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാറായി. ഈ വീഡിയോ ഇടുന്ന സമയത്ത് എന്തായാലും സ്കൂളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. ഞാൻ വിചാരിച്ചു കുട്ടികളുടെ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത് പ്രമാണിച്ച് ഞാൻ എന്തൊക്കെ പ്രിപ്പറേഷനാണ് നേരത്തെ എൻ്റെ കിച്ചണിൽ ചെയ്തു വെക്കുന്നതെന്നാണ് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ജോലിയൊക്കെ കുറച്ചൊക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തൊന്ന് പൊളിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇങ്ങനെ നമ്മൾ നേരത്തെ ചെയ്തു വെക്കുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും നല്ല സമയം ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ കുക്കിംഗ് ടൈമിലായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും നല്ല പാടായിരുന്നു. കിച്ചൺ ആണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സാവുകയും ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇടയ്ക്ക് വർക്കേഴ്സ് ഇങ്ങനെ വന്നു പോകുന്നുണ്ടെന്ന്. അപ്പം ടൈലിൻ്റെ ഫില്ലിങ് ചെയ്യാനായിട്ട് ഒരു ചേട്ടൻ വന്നതാണ്. അപ്പോൾ കിച്ചണിൽ നിന്ന് മാറി കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അന്നേരത്തേക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ പൊളിക്കുന്നതും ഒക്കെ നമുക്ക് മാറിയിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു. ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്തെടുക്കുവാണ്. അതിനായിട്ട് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനങ്ങനെ പേസ്റ്റ് ആക്കുവാണ്. എന്നിട്ട് ഞാനിതുപോലെ ഐസ് ട്രേക്കകത്ത് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കും. അപ്പം നമുക്ക് കുക്കിംഗ് ടൈമിൽ ഇതുപോലൊരു ക്യൂബ്സ് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ സബോള കണ്ട് ഞെട്ടണ്ടാരും, കാരണം എനിക്ക് കുറച്ച് കട്ട്ലറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സബോള ഞാനതിന് വേണ്ടി അല്ലാതെ പൊളിച്ച് വെക്കുകയും ചെയ്യുവാണ്, ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. നല്ല മഴ. എനിക്ക് ശരിക്കും മഴ കണ്ട് ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. മഴ കണ്ട് ട്രാഫിക് ആയിരിക്കുമോ എന്ന് പേടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് മഴ കുറയാൻ. മഴ കുറയില്ല എന്ന് മനസ്സിലായപ്പം ഞാൻ ധൈര്യസമേതം ഇറങ്ങി. മക്കൾ മഴക്കാർ എന്നതാണെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ മഴക്കാർ ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. തിരിച്ചു വന്നപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ച് അങ്ങനെ വീടെത്തി. അതെല്ലാം കൊണ്ട് ബാൽക്കണി കൊണ്ടുവച്ചു. ഇനി ഇതെല്ലാം പോട്ടിലേക്ക് മാറ്റണം, നല്ല പണിയുണ്ട്. മഴ കുറച്ച് ശമിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് പിങ്ക് സ്റ്റഫ് എന്ന് പറഞ്ഞ ഇത് നമ്മുടെ ടൈല് കൗണ്ടർ ടോപ്പിൻ്റെയൊക്കെ നമുക്ക് സ്റ്റെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം തേച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊയ്ക്കോളും. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയൊരു ഐഡിയ ആയിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു പഴയ കുക്കറാണിത്, അതിൻ്റെ പുറത്തുള്ള സ്റ്റെയിനൊക്കെ മാറ്റാനായിട്ട് ഇതൊന്ന് തേച്ച് വെച്ച് കുറച്ച് നേരം 1/4 മണിക്കൂർ ഞാൻ വെച്ച് നോക്കി. എന്നിട്ട് ഞാൻ കഴുകിയെടുക്കുവാണ്. നല്ല വ്യത്യാസം വന്നു കേട്ടോ. നല്ല രീതിയിൽ സ്റ്റെയിൻ പോയി. സ്റ്റീലിൻ്റെ ആ ഹാൻഡിലിൻ്റെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റെയിൻ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം മാറി. കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഈ കോക്കനട്ട് വാട്ടർ ഞാനെടുത്ത് വയ്ക്കും. പാലപ്പത്തിനൊക്കെ മിക്സിനകത്ത് ഞാനിങ്ങനെ പുളിപ്പിച്ചിട്ട് ചേർക്കാറുണ്ട്. അങ്ങനെ കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത് കവറിലാക്കി. എനിക്കിത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനതൊരു പല പല ബോക്സുകൾക്കകത്താക്കി വെച്ചു. കാരണം ഇതിങ്ങനെ പാക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഫ്രീസ് ആയി പോകത്തില്ല, പിന്നെ മൊത്തത്തിലെടുത്ത് ചെയ്യേണ്ട വരത്തില്ലേ. അതുകൊണ്ട് ചെറിയ ചെറിയ ബോക്സിനകത്താക്കി മാറ്റിയായിരുന്നു. ഇനി നമുക്ക് ചിക്കൻ്റെ ലെഗ് പീസ് വാങ്ങിയായിരുന്നു. അപ്പോൾ അത് ഞാനിതുപോലെ ഫ്രൈ ചെയ്യാനുള്ള പരുവത്തിന് മസാല പുരട്ടി വയ്ക്കുവാണ്. വാട്ടർമെലൺ കട്ട് ചെയ്യാനായിട്ട് അപ്പൂസ് ഹെൽപ്പിന് വന്നു. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനായിട്ട് അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആണ്. ഞങ്ങൾ ഫോറിൻ മോളിലേക്ക് ഒരു ഔട്ടിങ് പോലെ പോവുകയാണ്. ഇപ്പം മഴയത്ത് ഇങ്ങനെ ചടഞ്ഞു കൂടിയിരുന്നിട്ട് എല്ലാവർക്കും ബോറടിക്കുന്നു. അപ്പോൾ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ മൂവിക്കൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങി.
ട്രാഫിക് ഇല്ലെങ്കിൽ മഴ കണ്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല രസമാണ്. ട്രാഫിക് ഉണ്ടെങ്കിൽ ഒരു സുഖവുമില്ല മഴ. അങ്ങനെ ഫോറൻ മോളിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. നേരെ പോയത് ലൈഫ് സ്റ്റൈലിലേക്കാണ്. അവിടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കി. അതിനുശേഷം ഹോം സെൻറ്റർ, നമ്മുടെ പ്രിയപ്പെട്ട ഹോം സെൻറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. വാങ്ങിയ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തതിന് ശേഷം കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഫൺ സിറ്റിയിലേക്ക് പോവാണ്. ഇനി ലഞ്ച് ടൈമാണ്. ഷെഫ് പിള്ളയുടെ മീൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കയറിയത്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റിങ്ങിലിരിക്കുകയാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ആ റെസ്റ്റോറൻറ്റിനകത്ത്. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ക്രോസ് വേൾഡിലേക്കാണ്. ഇതിനകത്ത് എത്ര നേരം നിന്നാലും മക്കൾക്ക് ബോറടിക്കത്തില്ല. ഇങ്ങനെ ബുക്സ് നോക്കി നോക്കി നിൽക്കും. അങ്ങനെ അവിടുന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടതും എനിക്കിഷ്ടപ്പെട്ടതായിട്ടുള്ള ബുക്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ മൂവി ടൈമായിരുന്നു. അങ്ങനെ മൂവിക്ക് കയറി. മൂവി കഴിഞ്ഞ് ഫോർമോളിനകത്ത് തന്നെ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വന്നപാടെ അടുത്ത പണി തുടങ്ങി. വാങ്ങിക്കൊണ്ട് വന്ന ഓയിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇനി ഷുഗർ ഫില്ല് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് ടീ പൗഡർ ഫില്ല് ചെയ്തു. ഇതിനകത്ത് സോൾട്ടാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്.
ഞാൻ പോകുന്നതിന് മുമ്പേ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് ഇതുപോലെ ഉപ്പും കുരുമുളക് പൊടിയും മസാല പൗഡറും ഒക്കെ ചേർത്ത് ഗരം മസാലയൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിരുന്നതായിരുന്നു. കട്ട്ലറ്റിനുള്ളത് റെഡിയാക്കുവാണ്. ഞാനിതുപോലെ 2-3 ചിക്കനൊക്കെ മേടിക്കുമ്പം അതിൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് ഇതുപോലെ കട്ട്ലറ്റിനുള്ള ഫില്ലിംഗ് ആക്കി വെക്കാറുണ്ട്. ബാക്കി വന്ന ചിക്കൻ മസാലയൊക്കെ പുരട്ടി ഞാൻ ഫ്രീസറിലേക്ക് വെച്ചു. ഇത് ബീഫ് കട്ട്ലറ്റിനുള്ളതും മറ്റേത് വെജിറ്റബിൾ കട്ട്ലറ്റിനുള്ളതും റെഡിയാക്കുവാണ്. ഇതാണ് വെജിറ്റബിൾ കട്ട്ലറ്റ്. ക്യാരറ്റ്, കിഴങ്ങ്, ബീട്രൂട്ട്, കുറച്ച് മല്ലിയില, കുറച്ച് ചീര ഇത്രയിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുവാണ്. ഇത് ഗ്രേപ്സ് ജ്യൂസിനുള്ള മിക്സ് റെഡിയാക്കുവാണ്. ഷുഗറും തിളപ്പിച്ചാറിയ വെള്ളവും ഇട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഫ്രീസറിലേക്ക് വയ്ക്കും. അത് ആവശ്യത്തിനെടുത്ത് നമുക്ക് വെള്ളവുമായിട്ട് മിക്സ് ചെയ്താൽ മതി. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴോ ഒക്കെ ഈസി ആയിട്ട് നമുക്കൊരു ഡ്രിങ്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് ബീഫ് കട്ട്ലറ്റ് റെഡിയാക്കുവാണ്. ചിക്കൻ കട്ട്ലറ്റിനുള്ള ഫില്ലിംഗ് ആണ് ഞാൻ ഇത് ട്രേയിലേക്ക് നിരത്തുന്നത്. എന്നിട്ട് ഒരു കുക്കി കട്ടർ വെച്ചിട്ട് ഇതുപോലെ ബേർഡിൻ്റെ ഷേപ്പ് ഞാൻ ചെയ്തെടുത്ത് അങ്ങനെ അതും റെഡിയാക്കി വെക്കുകയാണ്. ഇതാകുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല ഷേപ്ഡായിട്ടുള്ള കട്ട്ലറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിക്കാനും കൊണ്ടുപോകാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് അതിന് യാതൊരു കേടുപാടും വരാതെ വെച്ച് കൊടുക്കുകയാണ്. രാവിലെ ക്രോസ് വേൾഡിൽ നിന്ന് മേടിച്ച ബുക്കൊക്കെ വായിച്ച ഒരാൾ എനിക്ക് കൂട്ടിരിപ്പുണ്ട്. മറ്റവർ 2 പേരും എന്തെടുക്കുവാന്ന് നമുക്ക് നോക്കാം. മഴയൊക്കെ പിടിച്ച് ഒരാൾ ബുക്കൊക്കെ വായിച്ച് കിടപ്പുണ്ട്. അപ്പൂസ് കിടന്നുറങ്ങിപ്പോയി ബുക്ക് വായിച്ച്. ഇനി നമ്മൾ പാം ട്രീയിലേക്ക് പോവാണ്. ഇവിടെ നിന്നാണ് ഞാൻ സാധാരണയായി ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും അതുപോലെ മസാല കൂട്ടുകളും ഒക്കെ വാങ്ങിക്കുന്നത്. ചിലപ്പം ബിനോജൻ ദുബൈയിൽ നിന്ന് കൊണ്ടുവരുന്നതുണ്ടെങ്കിൽ അതാണ് യൂസ് ചെയ്യുന്നത്. അതല്ല, അത് തീർന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ഞാൻ സാധാരണ മേടിക്കാറ്. അവിടുന്ന് തിരിച്ച് വന്നേച്ച് വെള്ളരിക്ക കട്ട് ചെയ്ത് വെക്കുവാണ്. വെള്ളരിക്ക മോരുകറിക്ക് പറ്റുന്ന പരുവത്തിൽ കുറച്ച് ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്കും വയ്ക്കും, കുറച്ച് ഞാൻ മോരുകറി ഉണ്ടാക്കിയും വയ്ക്കും. ബാക്കി വരുന്നത് ഇതുപോലെ കവർ ചെയ്ത് വെക്കുമ്പോൾ ഒട്ടും ചീത്തയായി പോകാതെ നമുക്ക് പിന്നീട് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മോരുകറിക്കുള്ള പ്രിപ്പറേഷനിലാണ്. അതിനിടയിൽ കൂടെ ഞാൻ ഹാൻഡ് സോപ്പ് ഫില്ല് ചെയ്യുവാണ് കിച്ചണിലേക്ക് വേണ്ട. ഇതാണ് വെജിറ്റബിൾ കട്ട്ലറ്റിന് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിരുന്നത്.
അത് എയർ ഫ്രയറിൽ വെച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുവാണ്. ഇത് മാംഗോ കട്ട് ചെയ്ത് ഫ്രീസറിലേക്ക് വെക്കുവാണ്. അത് മാംഗോ ഷേക്കൊക്കെ അടിക്കാനായിട്ട് നല്ലതാണ്. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളൊരു കട്ട്ലറ്റ് റെഡിയായി. ഇനി ചീരത്തോരനുള്ളത് ഞാനിങ്ങനെ അരിഞ്ഞു വയ്ക്കുകയാണ്. ഇത് പുലാവിനുള്ള മിക്സ് തയ്യാറാക്കി വയ്ക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ പുലാവ് റെഡിയാക്കിയില്ലെങ്കിലും വെജിറ്റബിൾ സാൻഡ്വിച്ച് റെഡിയാക്കാനും ഈ മിക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്തോട്ട് കുറച്ച് മയണൈസും ഒക്കെ ചേർത്ത് യൂസ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പ്ലാന്റ്സ് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് വളരെ പരിതാപകരമായി നിൽക്കുന്നു. കുറച്ച് ദിവസം ഞാൻ നല്ല തിരക്കായിരുന്നു, അപ്പോൾ ഇവരെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പം പ്ലാന്റ്സിനൊക്കെ ഇലയ്ക്കൊക്കെ ഒരു മഞ്ഞ കളറും കുറച്ച് കരിഞ്ഞുമൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനൊരു ലിക്വിഡ് മിക്സ് തയ്യാറാക്കി അത് ഒഴിച്ചു കൊടുത്തായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. നെക്സ്റ്റ് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാനൊരു കോക്ടെയിൽ തയ്യാറാക്കുകയാണ്. ആദ്യം ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു, പിന്നെ ആപ്പിളിൻ്റെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു, പിന്നെ ക്രാൻബെറി ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് മിക്സ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സോഡയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അങ്ങനെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. ഇന്ന് മക്കളുടെ സ്കൂൾ ഓപ്പൺ ചെയ്യുവാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുവാണ്. ദോശയും സാമ്പാറുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അവർക്ക് ഇന്ന് ഹാഫ് ഡേ ഉള്ളൂ, അതുകൊണ്ട് ലഞ്ചൊന്നും വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ചങ്ങ് വിട്ടാൽ മതി. 12 o'clock ആകുമ്പോഴത്തേക്ക് അവർ തിരിച്ച് വീട്ടിലേക്ക് പോരും. അങ്ങനെ മക്കൾ റെഡി ആയിരുന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. ഞാനും ഇനി പോയി റെഡി ആവട്ടെ. ഇനി പ്രയർ ടൈമാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങുവാണ്.
സ്കൂൾ ഓപ്പൺ ചെയ്തതുകൊണ്ട് നല്ല ട്രാഫിക് ആയിരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ വലിയ കുഴപ്പമില്ലാതെ മൂവ് ചെയ്ത് കിട്ടി. അങ്ങനെ സ്കൂൾ എത്താറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ബൈ.